ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നല്ലൊരു സ്ട്രോങ് ഗെയിൻ്റെ സെഷനായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 119 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 15,712-ലും, സെൻസെക്സിൽ ഏകദേശം 397 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 52,769-ലും, ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 474 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 35,674-ലും ഇന്ന് ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ റാലി ഇന്ന് നിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീഡിയ, IT, FMCG സെക്ടറുകളായിരുന്നു ഇന്ന് ഡിക്ലൈനിൽ പോയിട്ടും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്ക്, ഗ്രാസിം, HDFC, ആക്സിസ് ബാങ്ക്, SBI ലൈഫ് ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിഫ്റ്റിയിൽ നിലനിന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ ഏകദേശം 0.24% ഗെയിനും, സ്മോൾ ക്യാപ്പിൽ 1% മുകളിൽ 1.2% അടുത്തുള്ളൊരു ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ പിക്ചറായിട്ട് പറയാനുള്ളത്. ഇന്ന് നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം പിന്നീട് ആ ഒരു ഗെയിൻ ഹോൾഡ് ചെയ്തുകൊണ്ടൊരു ഗ്രാജുവലായിട്ടുള്ളൊരു റൈസായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 15,800 മുകളിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് 15,900 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിലേക്കാണ് മാർക്കറ്റ് ഇനി റീച്ച് ആവാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് സോണ് കുറച്ച് കാലങ്ങളായിട്ട് മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കാതെ തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ RS ഇൻഡിക്കേറ്ററിൽ നമുക്ക് നല്ലൊരു സ്പേസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ആ ഒരു ലെവലിലേക്കുള്ളൊരു റൈസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ നിന്നുള്ളൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഏകദേശം ഒരു 88 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പാണ് നിലനിൽക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ ആ ഒരു റാലികൾക്കായിരിക്കും ആ ഒരു 88 പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിൻ റാലികളാക്കാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ബ്രേക്കൗട്ടുകൾക്കായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ഒരു ലോങ് പൊസിഷനിലൊരു സാധ്യതകൾ, അടുത്ത നല്ലൊരു പൊസിഷനിലൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഇനി ഇപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിനെ ഇപ്പോൾ 15,740 എന്നുള്ളൊരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്തതാണ് താഴേക്ക് അടുത്ത ദിവസം മാർക്കറ്റ് പോകുന്നതെങ്കിൽ 15,600 തുടർന്ന് 15,450 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 35,850 റേഞ്ചുകളാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റാലി തുടർന്നാൽ നമുക്ക് 35,850 വരെയുള്ള റാലികൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ RS ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഇനിയൊരു റൈസിനുള്ളൊരു സ്പേസ് ഇനിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുമുണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു ഡിക്ലൈനിങ് മൂഡിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു US മാർക്കറ്റിന് ഒരു ഡൗണിനുള്ളൊരു സാധ്യതകൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മൂഡ് ടെറിട്ടറിയിൽ നിന്ന് പതിയെ എല്ലാം ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. FTSE ബോർഡറിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലും ഒരു റൈസ് കാണുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് SGX നിഫ്റ്റി 56 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആവുന്നു. ഒരു മിക്സഡ് ട്രെൻഡാണ് ഏഷ്യൻ മാർക്കറ്റിലും നിലനിൽക്കുന്നത്. രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗേൻസ്റ്റായിട്ട് ചെറിയൊരു ഗെയിൻ കാണാനുണ്ടായിരുന്നു. 74.49 ട്രേഡ് എൻഡ് ആയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പർച്ചേസ് ഇന്ന് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. 113 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നും 344 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി വലിയ കാര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തില്ല. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് കാണുന്നത്. ബാക്കി ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അതും അത്ര സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും തീർച്ചയായിട്ടും രാവിലെ നാളെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഗ്രാസിമിൻ്റെ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആ ഒരു സ്റ്റോക്കിൽ പ്ലോട്ട് കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ റൈറ്റ്സിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നല്ലൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത എൻട്രികൾ ഏകദേശം 300 മുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത എൻട്രികൾക്കുള്ള സാധ്യതകൾ റൈറ്റ്സിൽ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചാർട്ടുകൾ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ ടാറ്റ മോട്ടോഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോജി പാറ്റേണൊക്കെ ഫോം ചെയ്തതിന് ശേഷം നല്ലൊരു ഫോളിനൊക്കെ ശേഷം വീണ്ടും ചെറിയ റൈസുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ലൊരു കൺഫർമേഷൻ നമുക്കായി കഴിഞ്ഞാൽ വീണ്ടും ടാറ്റ മോട്ടോഴ്സിനെ ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് അടുത്തൊരു എൻട്രിക്കായിട്ട്. ഇനി അതുപോലെ തന്നെ അപ്പോളോ ടയേഴ്സ് ഈ ഒരു സ്റ്റോക്കിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വീണ്ടും പ്ലോട്ട് ചെയ്തിരിക്കുന്നു. വോളിയത്തിൽ ഒരു ബ്രേക്കൗട്ടുകൾ കാണാനായിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഒരു എൻട്രികൾ ഏകദേശം 237-38 മുകളിലേക്കൊരു പോവുകയാണ് എങ്കിൽ നമുക്ക് അടുത്ത റാലികൾ 242 വരെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ അനാലിസിസിനായിട്ട് വിട്ടുതരുന്നു. ഇനി അതുപോലെ തന്നെ മദേഴ്സ് ആൻഡ് സുമിയുടെ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വീണ്ടും നല്ല ബുള്ളിഷ് ക്യാൻഡിൽസ് പ്ലോട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു എൻട്രികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 247 മുകളിലേക്ക് പോവുകയാണെങ്കിൽ അടുത്തൊരു എൻട്രികൾക്കുള്ള സാധ്യതകൾ മദേഴ്സ് ആൻഡ് സുമിയിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. ട്രെൻഡിൻ്റെ ചാർട്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു ബ്രേക്കൗട്ടുകളിലേക്ക് ഈ ഒരു സ്റ്റോക്ക് വരുന്നുണ്ടായിരുന്നു. ചെറിയൊരു കറക്ഷന് ശേഷം വീണ്ടും അടുത്തൊരു ബ്രേക്കൗട്ടുകൾക്കുള്ള സാധ്യതകളുമായിട്ട് ഈ ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രികൾക്കുള്ള പോസിബിലിറ്റി ട്രെൻഡിലും നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ HDFC ലൈഫ്, ICICI ബാങ്ക്, ഈ ഒരു 2 ചാർട്ടുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് ഈ ഒരു സ്റ്റോക്കുകളിൽ കാണാനുള്ളത്. തീർച്ചയായിട്ടും നാളെ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറൊക്കെ ഒരു പോസിറ്റീവായിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ ഈ 2 സ്റ്റോക്കുകളും HDFC ലൈഫിൻ്റെ ചാർട്ടും അതുപോലെ തന്നെ ICICI ബാങ്കിനെയും നിങ്ങൾക്ക് ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അനാലിസിസിലേക്ക്. അപ്പോൾ ICICI ബാങ്കിലും ഒരു ബ്രേക്കൗട്ട് റീജിയൻ്റെ അടുത്താണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു 2 സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉള്ള ട്രാക്കിങ്ങിനായിട്ട് വിട്ടുതരുന്നു. ഇനി പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ എംഫസിസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു US പേറ്റൻറ്റ് കിട്ടിയതായിട്ട് അവരുടെ ഒരു AI ഡ്രിവൺ ആപ്ലിക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ അതിനൊരു US പേറ്റൻറ്റ് കിട്ടിയതായിട്ട് കമ്പനി അനൗൺസ്മെൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ രാംകൃഷ്ണ ഫോർജിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 15 മില്യൺ യൂറോ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ഒരു യൂറോപ്യൻ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ OEM കമ്പനിയുടെ ഭാഗത്തു നിന്നും വിൻ ചെയ്തതായിട്ട് കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഐസ്ജെക് ഹെവി എഞ്ചിനീയറിംഗ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 വേസ്റ്റ് ടു എനർജി ബോയിലേഴ്സിൻ്റെ നിർമ്മാണത്തിനുള്ള ഓർഡറുകൾ ഒരു പ്രസ്റ്റീജിയസ് ഓർഡേഴ്സ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വിൻ ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഫാർമ കമ്പനി FDC അവർ ഫാവിപിറാവർ എന്നുള്ള കോവിഡ് ഡ്രഗിൻ്റെ ഓറൽ സസ്പെൻഷൻ അത് ലോഞ്ച് ചെയ്തതായിട്ട് അവർ അറിയിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഓറൽ സസ്പെൻഷൻ ലോഞ്ച് ചെയ്തതെന്നാണ് കമ്പനിയുടെ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മൈൽഡ് ടു മോഡറേറ്റ് കൊറോണ കേസസ് ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. ഇനി അടുത്തതായിട്ട് സൺടെക് റിയാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബുക്കിങ്ങിൽ 74% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 176 കോടിയാണ് നടന്നിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ Q1. അപ്പോൾ ഇതിന് പ്രധാന കാരണം ഈ ഒരു ബുക്കിങ്ങിനുള്ള വർധനവിനുള്ള പ്രധാന കാരണം അവരുടെ മിഡ് ഇൻകം അതുപോലെ തന്നെ അഫോർഡബിൾ ഹൗസിംഗ് പ്രൊജക്റ്റുകളുടെ പെർഫോമൻസ് അവിടെയുള്ള വർധനവുകളാണ് ഈ ഒരു ബുക്കിങ്ങിൽ നല്ല വർധനവുകൾക്ക് കാരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്ട്രോങ് Q1 എന്നുള്ള സാധ്യതകളും ഇവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി CEATനെ സംബന്ധിച്ചിടത്തോളം അവർ ടാറ്റ പവറുമായിട്ട് ഒരു ടൈപ്പിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ മുംബൈയിലുള്ള ഫെസിലിറ്റിയിൽ അവരുടെ ടയർ നിർമ്മാണ ഫെസിലിറ്റിയിൽ ഒരു സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നതിനുള്ള ഒരു ടൈപ്പിലേക്കാണ് ഇവർ വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു സോളാർ പവർ പ്ലാന്റ് നിർമ്മാണത്തിലൂടെയൊക്കെ അവരുടെ കോസ്റ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ചിടത്തോളം അവർ വരുന്ന കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം $1 ബില്യൺ അവരുടെ കുറച്ച് പുതിയ പ്രൊജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നു. അവരുടെ ഗ്രോത്തൊക്കെ വീണ്ടും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കമ്പനി ഗ്രോത്തൊക്കെ കൂടുതൽ ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യുന്നതിനാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവർക്കും ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് ഏപ്രിൽ മാസത്തിലെ മൊബൈൽ സബ്സ്ക്രിപ്ഷൻ ഡാറ്റ മൊബൈൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡാറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിയോയെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ അവർ ഏകദേശം 4.7 മില്യൺ യൂസേഴ്സിനെ ആഡ് ചെയ്തു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1.8 മില്യൺ യൂസേഴ്സിനെ ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എയർടെലിൽ നോക്കിക്കഴിഞ്ഞാൽ 0.5 മില്യൺ യൂസേഴ്സിനെ അതായത് 5 ലക്ഷം യൂസേഴ്സിനെ ഏകദേശം അവർക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു എന്നും അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ജിയോയ്ക്ക് റിലയൻസിനൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഐഡിയയ്ക്ക് ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇനി Q1 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് മൈൻട്രിയുടെ IT കമ്പനി മൈൻട്രിയുടെ Q1 റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്ട്രോങ് Q1 ആണ് അവർ
പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 8.2% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 343 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ Q4 മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 317 കോടിയായിരുന്നു നെറ്റ് പ്രോഫിറ്റായിട്ട് നൽകുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 8.6% വർധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. 2291 കോടി റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ 2021 ജൂൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ ക്വാർട്ടറിനെ അപേക്ഷിച്ച് 20% വർധനവും റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഓർഡർ ബുക്കുകളെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് എവർ ഏറ്റവും വലിയ ഓർഡർ ബുക്കുകളാണ്, ഏറ്റവും കൂടുതൽ ഓർഡർ ബുക്കുകളാണ് ഈ ഒരു ക്വാർട്ടറിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഏകദേശം $500 മില്യൺ ഓർഡർ ബുക്കുകൾ കമ്പനി അവകാശപ്പെടുന്നു. ഇനി അതുമാത്രമല്ല, ഇവരുടെ ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് സെഗ്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹയസ്റ്റ് എവർ ഗ്രോത്ത് 13% ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ഒരു ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ കമ്പനിക്ക് ഇപ്പോൾ ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 260 ആക്റ്റീവ് ക്ലയൻസ് ഈ ജൂൺ ക്വാർട്ടർ എൻഡ് വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ജൂൺ ക്വാർട്ടറിൽ അവർക്ക് $5 മില്യൺ കാറ്റഗറിയിൽ 3 ക്ലയൻസിനെ ആഡ് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ $10 മില്യൺ പ്ലസ് കാറ്റഗറിയിൽ 5 ക്ലയൻറ്റിനെയും $20 മില്യൺ പ്ലസ് കാറ്റഗറിയിൽ ഒരു ക്ലയൻറ്റിനെയും ആഡ് ചെയ്യാൻ സാധിച്ചു എന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു Q1 റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നാളത്തെ മാർക്കറ്റിൽ ഈ ഒരു Q1 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റുകൾ മൈൻട്രീൻ്റെ ഷെയറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി HFCLൻ്റെ Q1ലേക്ക് വരുമ്പോൾ പ്രോഫിറ്റിൽ 4 മടങ്ങിലധികമുള്ള വർധനവുണ്ടായിരിക്കുന്നു. 91 കോടിയാണ് ഇയർ ഓൺ ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് റൈസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയറിൽ 72% വർധനവുണ്ടായിരിക്കുന്നു. 1207 കോടി വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പ്ലഡ്ജ് ചെയ്ത ഷെയർസ് അവർ റിലീസ് ചെയ്തു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓവറോളായിട്ട് 9% ഷെയർസാണ് പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പിൻ്റെ പ്ലഡ്ജ് ചെയ്തിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇനി ഗ്രാന്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം BNP പാരിബാസ് ഏകദേശം 12.52 ലക്ഷം ഷെയർസ് അക്വയർ ചെയ്തതായിട്ട് 370.55 രൂപ പെർ ഷെയറിൽ അക്വയർ ചെയ്തിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാളെ നോക്കിക്കഴിഞ്ഞാൽ നാളെ മിക്കവാറും GR ഇൻഫ്രയുടെ IPO അലോട്ട്മെൻറ്റുകൾ നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഒരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 55% ഗ്രേ മാർക്കറ്റ് പ്രീമിയം റണ്ണാകുന്നത്. അപ്പോൾ നല്ലൊരു ലിസ്റ്റിംഗ് ചെയ്യാനുള്ളൊരു സാധ്യതകൾ GR ഇൻഫ്രയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാളെ ഏറെ കാത്തിരുന്ന സൊമാറ്റോയുടെ IPO നാളെ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ സബ്സ്ക്രിപ്ഷനുള്ള വിൻഡോ ഓപ്പൺ ആവുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളും ന്യൂസുകളും നിങ്ങളുടെ അനാലിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.